വെറുതെ നിർത്തിയിട്ട് സംസാരിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡ്രൈവിലൂടെ തന്നെ ഒരു കംപ്ലീറ്റ് ഔട്ട് ചെയ്യാൻ നിങ്ങൾക്ക് തരാം. കാരണം ഒരു ഇലക്ട്രിക് കാർ എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന ഒരാൾക്ക് കംപ്ലീറ്റ്ലി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റിവ്യൂ ആയിരിക്കും. ഒരു ജെനുവിൻ യൂസർ എക്സ്പീരിയൻസ് തന്നെ നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് എൻ്റെ ഇന്നത്തെ ഉദ്ദേശം. അപ്പോൾ പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നുമില്ല, പുതിയ വണ്ടികളൊന്നും ഇറങ്ങുന്നില്ല. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഞായറാഴ്ച വീഡിയോ ഇടണം എന്നുള്ളൊരു പതിവ് തെറ്റിക്കേണ്ട എന്നുള്ള രീതിയിലാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും MG കോമറ്റ് എടുത്തിട്ട് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് ഏകദേശം 28,000 കിലോമീറ്റർ നമ്മൾ ഈ ഒരു വർഷം കൊണ്ട് കവർ ചെയ്ത് കഴിഞ്ഞ്. അപ്പോൾ അതൊരു അത്യാവശ്യം ഒരു യൂസർ എക്സ്പീരിയൻസ് പറയാനുള്ള എല്ലാം ആയിട്ടുണ്ട്. ഒരു 3-4 സർവീസ് കഴിഞ്ഞ് അങ്ങനെ എല്ലാം കൊണ്ട് സർവീസ് കോസ്റ്റിനെ പറ്റി, വണ്ടിയെ പറ്റി, അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും കംപ്ലൈൻസ് ഉണ്ടോ, റേഞ്ച് എന്ത് കിട്ടുന്നുണ്ട്, അങ്ങനെ എല്ലാത്തിനെ പറ്റി നമുക്ക് ചർച്ച ചെയ്യാനുള്ളൊരു സമയം ആയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അത് ചെയ്ത് കളഞ്ഞേക്കാന്ന് വിചാരിച്ച്. കാരണം ഇപ്പോഴും ഈ ഒരു വർഷം കഴിഞ്ഞ് എവിടെയെങ്കിലും കൊണ്ട് നമ്മൾ നിർത്തുമ്പോൾ വണ്ടി എങ്ങനെ ഉണ്ട്, ഇതിൽ എത്ര പേർക്ക് ഇരിക്കാം, എത്ര കിലോമീറ്റർ ഓടും, എവിടെയൊക്കെ പോകാം, സേഫ്റ്റി ഉണ്ടോ എന്നുള്ള ധാരാളം ഡൗട്ട്സ് ആണ് എവിടെ ചെന്നാലും ആളുകൾ. ഇപ്പോഴും ഇതൊരു കൗതുക വസ്തുവായിട്ട് കാണുകയാണ്. കാരണം ഇത്ര ലക്ഷം രൂപ, 8 ലക്ഷം 10 ലക്ഷം ഒക്കെ ഇതിന് വരുന്നുണ്ടെന്ന് പറയുമ്പോൾ ആൾക്കാർ ഞെട്ടുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഇതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ഒരു വർഷമായെന്ന് പറഞ്ഞ് ഇൻസ്റ്റയിൽ ഒരു ചെറിയ റീലിട്ട സമയത്ത് ഒരുപാട് പേരാണ് പറഞ്ഞത് ഇത് എന്താണ് ഈ വണ്ടി എടുക്കാനുള്ള കാരണം, ഇതിൽ എന്തുണ്ട്, ഇത് ലാഭമാണോ നഷ്ടമാണോ എന്നുള്ള പല ഡൗട്ടായിരുന്നു ആൾക്കാർക്ക്. പെട്രോൾ കാറാണ് ഇപ്പോഴും ലാഭം എന്ന് ധരിച്ചിരിക്കുന്ന ധാരാളം പേരുണ്ട്. ഇതിന്റെ ബാറ്ററി പോയാൽ എന്ത് ചെയ്യും, എടുത്ത് തലയിൽ വെക്കുക, പൊളിക്കാൻ കൊടുക്കുക എന്നുള്ള ധാരാളം ഡൗട്ട്സ് ആണ്. 8 വർഷം അല്ലെങ്കിൽ 1.25 ലക്ഷം കിലോമീറ്റർ ആണ് നമ്മുടെ ഈ പർട്ടിക്കുലർ മോഡലിന്റെ വാറണ്ടി വരുന്നത്. നിലവിൽ ഇറങ്ങുന്ന വണ്ടിക്ക് 15 വർഷം ലൈഫ് ടൈം വാറണ്ടിയാണ് MG നൽകുന്നത്. ഇനി MGയുടെ തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. MGയുടെ 10 പൈസ മേടിച്ചിട്ടല്ല നമ്മൾ ഈ ഒരു യൂസർ എക്സ്പീരിയൻസ് റിവ്യൂ ചെയ്യുന്നത്. MG എനിക്ക് ഒരു മതിപ്പില്ലാഞ്ഞൊരു ബ്രാൻഡായിരുന്നു. കാരണം അവരുടെ പെട്രോൾ ഡീസൽ കാറുകളൊക്കെ നിങ്ങൾക്ക് അതിന്റെ സെയിൽസ് ഫിഗർ നോക്കിയാൽ തന്നെ അറിയാം. അതൊരു തരത്തിൽ നമുക്ക് സക്സസ് ആണെന്നൊന്നും പറയാനായിട്ടില്ല. അവർ ഇലക്ട്രിക്കിലോട്ട് ചുവട് മാറ്റി കളിച്ചപ്പോഴാണ് വിൻസർ ആയാലും കോമറ്റ് ആയാലും ഇസഡ CV ആയാലും ഉഗ്രം മോഡൽസ് ആണ്. അതുകൊണ്ടാണ് ഇപ്പൊ ഇന്ത്യയിൽ പിടിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ പെട്രോൾ ഡീസൽ വാഹനങ്ങളൊന്നും ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്തിട്ടില്ല, ഇനി റെക്കമെൻഡ് ചെയ്യാൻ ഒട്ടും ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ എന്തായാലും MGയുടെ നിന്ന് പൈസ മേടിച്ചിട്ടുള്ള കാര്യം ഈ ഒരു ഇതിൽ തന്നെ നിങ്ങൾക്ക് വ്യക്തമായി കാണും. ഇനി എന്തായാലും നമുക്ക് ഈ വണ്ടി എങ്ങനെയുണ്ടെന്ന് പറ്റി ഇതിനെപ്പറ്റി സംസാരിക്കും. ഇതിപ്പോ എടുത്തിട്ട് ഞാനിപ്പോ പറഞ്ഞ പോലെ തന്നെ ഒരു വർഷം കഴിഞ്ഞ് 28,000 കിലോമീറ്റർ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇത്ര ഒരു ഉപയോഗിച്ചുള്ള എനിക്കൊരു എക്സ്പീരിയൻസ്. ഇതൊരു 3 ഡോർ വാഹനമാണ്. ഒരു പക്ക പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സിറ്റി കാറാണ്. ഇതിനൊരു കോമ്പറ്റീറ്റർ ഇല്ല എന്നുള്ളത് തന്നെയാണ്. ടിയാഗോ EVന്റെ സെയിം പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഇലക്ട്രിക് കാറാണ്. പക്ഷെ അതും ഇതും തമ്മിലൊരു കമ്പാരിസൺ ഇല്ല. കാരണം അതിന് ഒരുപാട് കംപ്ലൈൻസും എപ്പോഴും നമുക്ക് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഫെസിലിറ്റി ഒക്കെ ധാരാളം ഉപയോഗിക്കേണ്ടതായിട്ട് വരും. 2 ആഴ്ചയോളം ഷോറൂമിൽ ഇടേണ്ടതായിട്ട് വരും. അതൊരു പെട്രോൾ പ്ലാറ്റ്ഫോമിൽ വരുന്ന വണ്ടിയാണ്. പക്ഷെ ഇതൊരു പ്യുവർ ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിൽ വരുന്ന വണ്ടിയാണ്. ഈ ഒരു വർഷത്തിനിടക്ക് 28,000 കിലോമീറ്റർ ഉള്ളവർക്ക് നമുക്ക് ഒരു ഇഷ്യൂസും ഇതുവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള എന്നുള്ളതാണ് ഭാഗ്യം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഞാൻ ഇതുവരെ കേട്ടില്ല ഒരു കോമറ്റ്. നമ്മുടെ പല ഫ്രണ്ട് സർക്കിളിൽ നമുക്ക് പലർക്കും ഉണ്ട് ധാരാളം കിലോമീറ്റർ, ഇതിലും കൂടുതൽ കിലോമീറ്റർ കവർ ചെയ്ത വണ്ടിയുണ്ട്. എന്നിട്ട് പോലും ഒരു ഇഷ്യൂ, നമുക്ക് ബാറ്ററി ചാർജ് ഉണ്ടോ, വണ്ടി എവിടെ വേണമെങ്കിലും ഓടിക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് ആണ്. അല്ലാതെ ഒരു സോഫ്റ്റ്വെയർ ബഗ്ഗോ അല്ലെങ്കിൽ വഴി കിടക്കുന്ന ഇഷ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്നിക്കൽ എററോ അങ്ങനെ ഒന്നും ഫേസ് ചെയ്യേണ്ടി വരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ തന്നെ അറിയാം പക്ക റിലയബിൾ ആണ്. പക്ക എന്താ പറയാ, ആ ഒരു എല്ലാ ടെസ്റ്റിങ്ങും കഴിഞ്ഞിട്ട് ഇറക്കിയ ഒരു മോഡലായിട്ട് നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യും. പിന്നെ സിറ്റിയിലൂടെ ഓടിച്ചു നടക്കാൻ ഇത്ര രസമുള്ള ഒരു കാർ വേറെ ഇല്ല. കാരണം ആ ഒരു ഇനിഷ്യൽ ലാഗ് എന്ന് പറഞ്ഞ സംഭവമില്ല. ഇലക്ട്രിക് നിങ്ങൾക്ക് അറിയാം ഓട്ടോമാറ്റിക് ആണ്. പക്ഷെ ആ ഒരു ഗിയർ ലാഗ് പോലും ഇല്ല. കാരണം ആ ഒരു ഇൻസ്റ്റന്റ് ടോർക്ക് നമുക്ക് ആ ഒരു വണ്ടിയുടെ ആ ഒരു 0 കിലോമീറ്റർ തൊട്ടങ്ങ് കിട്ടുവാണ്. അതുകൊണ്ട് തന്നെ 0 to 60 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വിച്ച് ഇടുന്ന പോലെയാണ് സാധനം കയറുന്നത്, പറന്ന് വരും. അതുകൊണ്ട് തന്നെ നല്ല രസകരമായിട്ട് ഓടിച്ചു നടക്കാം. പിന്നെ ടേണിംഗ് റേഡിയസ്, ഇത്രയും ടേണിംഗ് റേഡിയസ് കുറഞ്ഞൊരു വാഹനം അതും സിറ്റിയിൽ ഓടിക്കുന്ന ഒരു സുഖം ഞാൻ ഇനി എടുത്തു പറയേണ്ട കാര്യം ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. എവിടെ വേണമെങ്കിലും പാർക്ക് ചെയ്യാം, ഏത് ഇടവഴിയും കയറ്റി ഏത് പോക്കറ്റ് റോഡ് വഴിയും കയറി പോകാം എന്നുള്ളതൊക്കെ ഭയങ്കര ഗുണമുള്ള ഒരു കാര്യം തന്നെയാണ്. സ്റ്റിയറിംഗിന്റെ റെസ്പോൺസ് ആണെങ്കിൽ അത്യാവശ്യം ഒന്ന് കാല് കൊടുത്താലും വണ്ടി കയറി അങ്ങ് വരും എന്നുള്ളതാണ്. പിന്നെ 3-4 ഡ്രൈവിംഗ് മോഡ്സ് ഉണ്ട്. എക്കോ, നോർമൽ, സ്പോർട്സിലൊക്കെ ഇട്ട് കാല് കൊടുത്ത് നമുക്ക് അത്യാവശ്യം ഹരം കൊണ്ട് തന്നെ ഓടിക്കാം. ഇപ്പൊ ഈ വണ്ടിയുടെ രൂപം കാണുമ്പോൾ സാധാരണക്കാർ പലരും വിചാരിക്കുന്നത് ഇതൊരു ഓട്ടോറിക്ഷയാണ്, ഇത് ഓട്ടോറിക്ഷയുടെ വലിവേ ഉള്ളു എന്നൊക്കെ വിചാരിച്ച് നമ്മുടെ പുറകെ കിടന്ന് ഫോൺ അടിക്കുകയാണെങ്കിൽ ഒരു ജസ്റ്റ് ഒന്ന് മോഡ് മാറ്റി ഒന്ന് കാല് കൊടുക്കുമ്പോൾ 0 to 100 ഒക്കെ നിസ്സാര സെക്കൻഡ് കൊണ്ടാണ് വാഹനം അച്ചീവ് ചെയ്യുന്നത്. പിന്നെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പോക്കായിരിക്കും നമ്മൾ പോകുന്നത്. നമ്മൾ വേണ്ടാന്ന് വെച്ച് പതുക്കെ പോകുമ്പോഴായിരിക്കും നമ്മൾ ഓരോരുത്തന്മാർ പുറകെ നിരീക്കുന്നത്. പിന്നെ നമ്മളെ പിടിച്ചേ കിട്ടത്തില്ല എന്ന് പറയാനുള്ള ഒരു ഇൻസ്റ്റന്റ് പിക്കപ്പ് വണ്ടിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഓടിച്ചിട്ട് നമ്മൾ പല പെട്രോൾ ഓട്ടോമാറ്റിക് കാർ ഓടിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഗിയർ ലാഗ് കാര്യമായിട്ട് അനുഭവപ്പെടും. പിന്നെ ഈ വണ്ടി എടുത്തേ പിന്നെ നമുക്ക് എപ്പോഴും ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് വാഹനം വേണം എന്ന് നിർബന്ധം ഒരു സെക്കൻഡ് കാറായിട്ട് മാത്രം കാണാം. സബ്സ്റ്റിറ്റ്യൂട്ട് വാഹനം വേണം, എവിടെയെങ്കിലും ലോങ് പോകണമെങ്കിൽ നിൽക്കണം, ഇപ്പം എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ നമുക്ക് വല്ലപ്പോഴും ആണ്ടിലും നൂറ്റാണ്ടിലൊക്കെ വല്ലപ്പോഴും ഒരു പ്രാവശ്യം അങ്ങനെ വേണ്ടി വന്നു. ഇതുവരെ ഒരു വർഷത്തിനിടയ്ക്ക് അങ്ങനെ ആവശ്യം വന്നിട്ടില്ല. വീട്ടില് യൂസ്ഡ് കാറിന്റെ ബിസിനസ് ഉള്ളതുകൊണ്ട് തന്നെ പെട്രോൾ ഓട്ടോമാറ്റിക്കും ഡീസലും മാനുവലും എല്ലാ തരത്തിലുള്ള വാഹനങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. അതൊന്നും കാര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല.
ഇവൻ തന്നെ മതി എന്നുള്ള ഇതാണ്. നമ്മൾ ഏത് വണ്ടി കിടന്നാലും ഇത് തന്നെ എടുത്തുകൊണ്ടാണ് ഇപ്പൊ കൂടുതൽ നമ്മുടെ കറക്കം. പിന്നെ നമ്മുടെ ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ട ആലപ്പുഴ എറണാകുളം ഷട്ടിൽ അടിച്ചതിന് കൈയും കണക്കൊന്നുമില്ല. കാരണം ചിലവില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ചുമ്മാ പോയി വരികയാണ്. 28,000 കിലോമീറ്റർ കംപ്ലീറ്റ്ലി നമ്മുടെ വീട്ടിലെ സോളാർ സൂര്യഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ 28,000 കിലോമീറ്റർ ഓടിയത്. അതുകൊണ്ട് തന്നെ ₹1 എനിക്കിതിന്റെ ചാർജിങ്ങിനായിട്ട് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല. പിന്നെ 1-2 പ്രാവശ്യം എറണാകുളത്ത് നമ്മൾ അത്യാവശ്യം 10-200 കിലോമീറ്റർ മേളിൽ ഓടേണ്ട ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ പബ്ലിക് ചാർജിങ് സ്റ്റേഷൻ AC ഫാസ്റ്റ് ചാർജിങ് ഉള്ള കണ്ണ് ഉപയോഗിച്ച് നമ്മൾ ചാർജ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം ട്രിവാൻഡ്രം പോയ സമയത്ത് ഞാൻ ഒറ്റ ദിവസം കൊണ്ട് 340 കിലോമീറ്റർ ഓടിയ സമയത്തും ഒരു ₹300 റീചാർജ് ചെയ്തു. അത് മാത്രമാണ് ഒരു ചാർജിങ് കോസ്റ്റ് എന്ന രീതിയിൽ ഇതിൽ സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി കാണും ഞാനിതിൽ 100% സാറ്റിസ്ഫൈഡ് ആണെന്നുള്ള കാര്യം. പിന്നെ എന്തെങ്കിലുമൊക്കെ ഡ്രോബാക്ക് പറയാനുണ്ടായിരുന്ന ഈ സീറ്റാണ്. സീറ്റ് ഒരു തരത്തിലും കംഫർട്ടില്ലാത്ത സീറ്റാണ്. അത് കംപ്ലീറ്റ്ലി നമ്മളെ കൊല്ലത്ത് കൊടുത്ത് ഫുൾ ആൾട്ടർ ചെയ്ത് സ്വിഫ്റ്റ് ആക്കി വേറെ റേഞ്ചിലോട്ട് എടുത്താക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ 3 ഡോറാണ്. അതിൻ്റെ ഒരു പോരായ്മ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ബാക്കിലോട്ടൊന്ന് എൻട്രി എക്സിറ്റ് കുറച്ച് പ്രയാസമാണ്. ഈ ഡോറ് അല്ലെങ്കിൽ ഈ സീറ്റ് സ്ലാൻഡ് ചെയ്ത് ഈ ഡോർ വഴി തന്നെ ബാക്കിലോട്ട് കയറുക എന്നുള്ളത് ഇത്തിരി പ്രയാസപ്പെട്ട കാര്യമാണ്. പക്ഷെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഗ്ലാസ് ഏരിയയും ആ ഒരു സീറ്റിംഗ് പൊസിഷനെ കൊണ്ട് തന്നെ വളരെ റിലാക്സിങ് കംഫർട്ടും ആയിട്ടുള്ള സീറ്റിംഗ് പൊസിഷൻ തന്നെയാണ് നമുക്ക് ബാക്കിൽ ലഭിക്കുന്നത്. പിന്നെ ഇതൊരു 4 സീറ്റർ ആണെങ്കിലും ഞാനിതിൽ 8-9 പേരെ വെച്ച് ഇത് ഈ വണ്ടിയിൽ പോയിട്ടുണ്ട് നമ്മുടെ കോളേജിലെ പയ്യന്മാരുമായിട്ട്. അപ്പം അങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ നമ്മൾ ഇത് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊരു പ്രാവശ്യം ഹിൽ ഏരിയയിൽ ഓടുമെന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആലപ്പുഴയിൽ നിന്ന് വാഗമൺ വരെ പോയ സംഭവം ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ വണ്ടി കുറച്ചൊക്കെ സ്ട്രഗിൾ ചെയ്തെങ്കിലും ഇത് അതിൻ്റെ ആ ഇലക്ട്രിക് മോട്ടറിന്റെ പുഷ് കൊണ്ട് വണ്ടി ചുമ്മാ കയറി പോകും. ആ റിയർ വീൽ ഡ്രൈവ് ഇടയ്ക്കൊന്ന് നമ്മളെ ഈ ഒരു ആ ഒരു ക്രീപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്ന മെത്തേഡ് ചുമ്മാ കിടന്ന് വീല് സ്പിന്നാകുന്നൊരു പോരായ്മ ഇടയ്ക്ക് എനിക്കൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ചില സമയങ്ങളിൽ കണ്ടു കിടന്ന് പൊട്ടം കളിക്കും. അപ്പൊ അങ്ങനെയുള്ള ചില പോരായ്മ മാറ്റി നിർത്തി കഴിഞ്ഞ് വണ്ടി സെറ്റ് ആണെന്നാണ് പറയേണ്ടത്. പിന്നെ ടയർ സൈസ് ഒരു 13 ഇഞ്ച് ടയറെങ്കിലും കൊടുക്കായിരുന്നു. കുറച്ചുകൂടി വൈഡർ ആയിട്ടുള്ള ടയർ ആയിരുന്നെങ്കിൽ നമുക്കൊരു ഹൈ സ്പീഡിലൊക്കെ കുറച്ചുകൂടി ഒരു സ്റ്റെബിലിറ്റിയോ ഒരു റോഡ് ട്രിപ്പ് ഒക്കെ ഫീൽ ചെയ്തേന്. ഇപ്പോഴും ഈ ഒരു ബാറ്ററി പാക്ക് താഴെ വിരിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു സ്റ്റെബിലിറ്റിയും ഓടിക്കുമ്പോൾ ചെറിയ വണ്ടിയാണ് ഓടിക്കുന്നുള്ള ഫീലൊന്നുമില്ല. അത്യാവശ്യം നല്ല കോൺഫിഡൻസ് നമുക്ക് ഹൈ സ്പീഡിലാണെങ്കിലും ലഭിക്കുന്നുണ്ട് എന്നാണ് പറയേണ്ടത്. പിന്നെ ഒരു ഫാസ്റ്റ് ചാർജിങ് കൂടെ വേണമെങ്കിൽ ഇതൊരു സിറ്റി കാർ ആയിട്ടാണ് കമ്പനി ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഡാഷ്ബോർഡ് പോലും കൊടുത്തില്ല. ഡാഷ്ബോർഡ് അല്ല, ഒരു ഗ്ലൗ ബോക്സ് പോലും കൊടുത്തിട്ടില്ല. ഇതൊരു പക്ക പ്രാക്ടിക്കൽ ആയിട്ടുള്ള നമുക്ക് സിറ്റിയിലൂടെ കറങ്ങി നടക്കാൻ പറ്റിയ ഡെയിലി കമ്മ്യൂട്ടിങ്ങിന് ഒരു ഓഫീസായിട്ട് കൂടെ ഉപയോഗിക്കാം. നമുക്ക് എത്ര നേരം വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്താൽ പോലും ഇതിന്റെ ബാറ്ററി പെർസെന്റേജ് ഒന്നും താഴെ പോകത്തില്ല. ഞാൻ 1/2 മണിക്കൂർ 1 മണിക്കൂർ വരെ ഇതിനകത്ത് സ്റ്റാർട്ട് ചെയ്ത് AC ഇട്ടിരുന്ന സമയം ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലും ഒരു പെട്രോൾ കാറിലും ഡീസൽ കാറിലും നടക്കാത്ത കാര്യമാണ്. നമ്മളൊരു സിഗ്നൽ കാണുമ്പോൾ ഒരു പെട്രോൾ തീരുമല്ല എന്നുള്ള പേടിയാണ്. അപ്പം തന്നെ ഓഫ് ചെയ്ത് കളയും. അല്ലെങ്കിൽ ഒരു റെയിൽവേ ക്രോസിന്റെ ഒരു അട കിട്ടിയവരെ നമ്മൾ അവിടെ ഓഫ് ചെയ്ത് കളയുന്ന സംഭവമാണ് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഇതിൽ സീറോ കോസ്റ്റിനാണ് വണ്ടി റൺ ചെയ്യുന്നത്. പിന്നെ ഈ 8 ലക്ഷം രൂപയ്ക്ക് കൊടുത്ത് വാങ്ങിച്ചെന്നുള്ള ഒരു കുറ്റബോധമൊന്നുമില്ല. കാരണം നമ്മൾ പെട്രോൾ അടിച്ചുകൊണ്ടിരുന്ന പകുതി കാശിനാണ് നമ്മൾ ഇതിന്റെ EMI അടച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ 8 വർഷം കഴിഞ്ഞ് ഇതിന്റെ ബാറ്ററി പോയാൽ പോലും പൊളിക്കാൻ കൊടുത്താൽ പോലും നമുക്ക് ലാഭമാണെന്നാണ് പറയേണ്ടത്. ഇതിന്റെ പേരിൽ പൈസ പോയ ഒരു ഫീലേ നമുക്ക് വരത്തില്ല. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു കാറായിട്ടാണ് ഞാൻ MG കോമറ്റിനെ നിലവിൽ കാണുന്നത്. ഇനി ഒരു അടുത്ത അപ്ഗ്രേഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഇലക്ട്രിക് കാറിലോട്ടായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും 5 ഡോറുള്ള ഒരു ഫാസ്റ്റ് ചാർജിങ് ഉള്ള 500 കിലോമീറ്ററൊക്കെ ഒറ്റ ചാർജിൽ ഓടുന്ന വണ്ടിയിലോട്ട് അപ്ഗ്രേഡ് ചെയ്യണമെന്നാണ് ആഗ്രഹം. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ 1-2 കാര്യങ്ങളോട് ആഡ് ചെയ്തേക്കാം. ഇനിയിപ്പം കോമറ്റ് ആർക്കെങ്കിലും എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇപ്പം നിലവിൽ എനിക്ക് തോന്നുന്നു ബേസ് മോഡിൽ നിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മളിതിൻ്റെ സ്റ്റാർട്ടിങ് എൻട്രി ലെവൽ മോഡിലാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. എക്സിക്യൂട്ടീവ് എന്ന ബേസ് മോഡിലാണ്. ഇതിൽ ഞാൻ ഉദ്ദേശിച്ചത് എനിക്കൊരു ഓട്ടോമാറ്റിക് വണ്ടി വേണം, ഇലക്ട്രിക് ആയിരിക്കണം എന്നുള്ളത് മാത്രമാണ്. പിന്നെ ബാക്കി ബേസിക് ആയിട്ട് വേണ്ട AC, പവർ സ്റ്റിയറിംഗ്, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, ഇൻബിൽട്ട് സ്റ്റീരിയോ, ബ്ലൂടൂത്ത് കണക്ഷൻ, അതുപോലെ തന്നെ പവർ വിൻഡോസ്, ഫ്ലിപ്പ് കീ സെൻട്രൽ ലോക്കിങ്, അങ്ങനെ അത്യാവശ്യം ബേസിക് ആയിട്ട് ഇലക്ട്രിക് മിററിന്റെ ഗ്ലാസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ അത്യാവശ്യം ബേസിക് ആയിട്ട് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഞാൻ നോക്കിയിട്ട് ഏറ്റവും വാല്യൂ ഫോർ മണി ആയിട്ട് തോന്നിയ ഒരു വേരിയന്റ് ഇതുമായതുകൊണ്ടാണ് നമ്മൾ എൻട്രി ലെവൽ മോഡൽ മതി എന്ന് തീരുമാനിച്ചത്. പക്ഷെ സെക്കൻഡ് വേരിയന്റ് എടുത്താലും തീരെ നഷ്ടമില്ല. കാരണം അത് കുറച്ചുകൂടെ കൂളായിട്ടുള്ള ഫീച്ചേഴ്സും ഇന്റീരിയറൊക്കെ കുറച്ചുകൂടെ പ്രീമിയം ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. വലിയ സ്ക്രീനും കാര്യങ്ങളൊക്കെ വരും. അതുപോലെ തന്നെ LED ലൈറ്റ്സ്, അതും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യമാണ് സെക്കൻഡ് വേരിയന്റിലോട്ട് പോകുമ്പോൾ. ഇതിൽ ഹാലോജൻ ലൈറ്റാണ് വരുന്നത്. അതിന് കുറച്ച് വെട്ടക്കുറവാണ്. LED ഹെഡ്ലൈറ്റ് പോകുമ്പോൾ നല്ല പവർഫുൾ ആയിട്ടുള്ള ലൈറ്റാണ് വരുന്നത്. അപ്പോൾ നമ്മളിത് എടുത്ത സമയത്ത് വിചാരിച്ചിരുന്നത് ഒരു 1 ലക്ഷം രൂപയുടെ അഡീഷണൽ കൊടുത്തു കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് സെക്കൻഡ് വേരിയന്റിലോട്ട് പോകാമെന്ന്. പക്ഷേ മാക്സിമം നമ്മൾ എക്കണോമിക്കലി ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ബെനിഫിറ്റ് വരുന്നത് ഈ ഒരു ബേസ് മോഡിൽ തന്നെയാണ്. ബേസ് മോഡിൽ നമുക്ക് വൈറ്റ് മാത്രമേ അന്ന് ലഭ്യമായിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കളർ ഓപ്ഷൻ ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ വൈറ്റ് എടുത്തില്ലെങ്കിൽ ഗ്രേയിലോട്ടോ ബ്ലാക്കിലോട്ടോ എല്ലാം നമ്മൾ നോക്കത്തുള്ളായിരുന്നു. പക്ഷേ ഈ വൈറ്റിൻ്റെ ഏറ്റവും വലിയ ഗുണം വളരെ ഈസി ടു മെയിൻറ്റെയിൻ ആണെന്നുള്ളതാണ്. കാരണം എത്ര റഫ് യൂസ് ചെയ്താലും നമ്മളൊന്നും കൊടുത്ത് വാഷ് ചെയ്യിച്ച വണ്ടി പുത്തം പോലെ ഇരിക്കും. എല്ലാം മൈന്യൂട്ട് ആയിട്ടുള്ള സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല. കാരണം ഇത്രയും നമ്മൾ റഫ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഇത്രയും കിലോമീറ്റർ ഈ കുറഞ്ഞ കാലം കൊണ്ട് നമ്മൾ വേറൊരു വണ്ടി യൂസ് ചെയ്തിട്ടില്ല.
ഇത്രയും കാലത്തിനടക്ക്. അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കാൻ നേരത്ത് ഭയങ്കര ഇത് തന്നെയാണ്. ഞാൻ ഇതിൽ വിരലെണ്ണാവുന്ന പ്രാവശ്യം മാത്രമേ വണ്ടി ഞാനൊന്ന് വാഷ് ചെയ്ത് കാണത്തുള്ളൂ. പക്ഷേ ഇപ്പോഴും വാഷ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പെയിൻറ്റ് ക്വാളിറ്റി അപാരമാണെന്നാണ് പറയുന്നത്. പിന്നെ ഫിറ്റ് ആൻഡ് ഫിനിഷ് ആണെങ്കിലും ക്വാളിറ്റി ആണെങ്കിലും ഈ ഒരു 8 ലക്ഷം രൂപ കൊടുത്ത് എടുക്കുമ്പോഴും നമുക്ക് ആ എവിടെ ടച്ച് ചെയ്യുമ്പോഴും നമുക്ക് ആ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യും. അത്രയും ബിൽഡ് ക്വാളിറ്റി ഉള്ള വാഹനം കൂടെയാണ്. സേഫ്റ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം നിങ്ങളൊന്ന് കണ്ടു കാണും, വലിയൊരു മരം ഇതിൻ്റെ പുറത്ത് വന്ന് വീണിട്ട് പോലും വണ്ടി കുലുങ്ങിയില്ല എന്നുള്ളതാണ്. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഡോറാണ്. ഒരു പ്രാവശ്യം ഇതിൻ്റെ ഡോർ തുറന്ന് നടക്കുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും ഇതിൻ്റെ നിർമ്മാണ നിലവാരം, അല്ലെ ബിൽഡ് ക്വാളിറ്റി, ആ ബോഡി വെയിറ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം. സ്റ്റിയറിംഗിൻ്റെ കൺട്രോളൊക്കെ ആണെങ്കിലും നല്ല ഡ്രൈവ് ക്വാളിറ്റി ഉള്ളൊരു കാറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ യാതൊരു പോരായ്മയും എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല എന്നുള്ള കാര്യമാണ്. പിന്നെ ഈ 3 ഡോർ നമ്മൾ അത് അറിഞ്ഞുകൊണ്ട് തന്നെ എടുത്തതാണ്. 3 ഡോർ ആണ് എന്നൊക്കെ കണ്ടിട്ടാണ് എടുത്തത്. ബാക്ക് വീലോട്ടുള്ള എൻട്രി എക്സിറ്റ് ചെയ്യാൻ പറഞ്ഞ പോലെ തന്നെ അത് കുറച്ച് പ്രയാസമാണ്. പ്രായമുള്ളവർക്ക് കയറാനും ഇറങ്ങാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊക്കെ നോക്കുന്ന ചില പോരായ്മകൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ വാഹനം പക്കാ പ്രാക്ടിക്കലാണ്, പക്കാ എക്കണോമിക്കലാണ് എന്നാണ് പറയേണ്ടത്. അപ്പം ഇത്രയൊക്കെ തന്നെയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.